ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം ജലമാണ്. ആ ജലത്തെ നിയന്ത്രിക്കുന്നവർ ലോകത്തെ തന്നെ നിയന്ത്രിക്കും എന്നാണ് വൈപ്പ്. ഇപ്പോഴുള്ള അത്തരത്തിലൊരു നീക്കത്തിലേക്കാണ് ഇന്ത്യ കടക്കുന്നത്. അഫ്ഗാന്റെ ജലവിതരണവും ജലനിയന്ത്രണവും ഡാം നിർമ്മാണവും ഒക്കെ ഇന്ത്യ നടത്തുമ്പോൾ സമാനമായി ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള ഭൂട്ടാനിലും ഇപ്പോൾ ഇന്ത്യ ജലപദ്ധതികളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവംബർ 11, 12 തീയതികളിൽ ഭൂട്ടാനിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ സന്ദർശന വേളയിൽ ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നാംഗ്യാൽ വാങ്ചുക്കിനൊപ്പം അദ്ദേഹം 1020 മെഗാവാട്ടിന്റെ പുരത്സാങ്ചു 2 എന്ന് പേരിട്ടിരിക്കുന്ന ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്യും. പുരത്സാങ്ചു നദിയിൽ നിർമ്മിച്ച ഈ പദ്ധതി ഇന്ത്യയും ഭൂട്ടാനും സംയുക്തമായിട്ടാണ് വികസിപ്പിച്ചിരിക്കുന്നത്. ഇതിനായി ഡൽഹി സാമ്പത്തിക സഹായവും സാങ്കേതിക പിന്തുണയും നൽകിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും പ്രത്യേക ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് മോദിയുടെ സന്ദർശനം. ഇത് ഉന്നത തലത്തിലുള്ള പതിവ് ഉഭയകക്ഷി കൈമാറ്റങ്ങളുടെ പാരമ്പര്യം നിലനിർത്തുന്നതിന് വേണ്ടി കൂടിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ഭൂട്ടാൻ രാജാവിന്റെ 70ാം ജന്മദിനാഘോഷങ്ങളിലും മോദി പങ്കെടുക്കുകയും പ്രധാനമന്ത്രി ഷെറിംഗ് ടോപ് ഗേയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇന്ത്യ നടത്തുകയും ചെയ്യും. ഇന്ത്യയിൽ നിന്നുള്ള ബുദ്ധന്റെ പിപ്രാഹ്വ അവശിഷ്ടങ്ങൾ ഭൂട്ടാൻ തലസ്ഥാനമായിട്ടുള്ള തിംഫുവിൽ പ്രദർശിപ്പിക്കുന്ന സമയത്താണ് ഈ സന്ദർശനം. 1898 കണ്ടെത്തിയതും ബുദ്ധന്റെ അവശിഷ്ടങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നതുമായിട്ടുള്ള ഈ തിരുശേഷിപ്പുകൾ ഹോങ്കോങ്ങിൽ ലേലത്തിന് വയ്ക്കാൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് ഇന്ത്യ അടുത്തിടെയാണ് ഈ ബുദ്ധന്റെ അവശിഷ്ടങ്ങൾ കൈവശപ്പെടുത്തിയത്. തിംഫുവിലെ തസിച്ചോട്സോങ്ങിൽ വെച്ച് മോദി ഈ തിരുശേഷിപ്പുകൾക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ഭൂട്ടാൻ സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള സമാധാന പ്രാർത്ഥനാ മഹോത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. കഴിഞ്ഞ മാസം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഭൂട്ടാൻ പ്രധാനമന്ത്രി ടോപ് ഗേയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുകയും ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തതിന് പിന്നാലെയാണ് മോദിയുടെ സന്ദർശനം. അദ്ദേഹം ഭൂട്ടാൻ രാജാവുമായി വിദേശകാര്യ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയും ഭൂട്ടാനും പരസ്പര അഭ്യുതകാംക്ഷികൾ ആണെന്നും ഗാഢമായിട്ടുള്ള പരസ്പര വിശ്വാസം, പരസ്പര ബഹുമാനം എന്നിവയാൽ അടയാളപ്പെടുത്തിയ അതുല്യവും മാതൃകാപരവുമായിട്ടുള്ള പങ്കാളിത്തമാണ് ഇരു രാജ്യങ്ങളും പങ്കുവയ്ക്കുന്നത് എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്താനും ശക്തിപ്പെടുത്താനുമുള്ള അവസരം സൃഷ്ടിച്ചേക്കുമെന്നും മന്ത്രാലയം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.